സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் മുത്തശ്ശ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഞാനെന്നാ അവനെ കൊണ്ടാക്കിയിട്ട് വരട്ടെ. പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം. കാണാതിരുന്നാൽ ശരിയാവത്തില്ല. ഗാർഡിയനായിട്ട് പോയിരിക്കുന്ന ഞാനല്ലേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ, നിങ്ങൾ ഇറങ്ങിയോ? ആ, എന്നാ നിങ്ങൾ പോയിട്ടോ. അങ്ങനെ നേരത്തെ പോയിട്ടോ. അല്ല, ഇന്ന് കാശിമോൻ ക്ലാസ്സിൽ ഇരിക്കുവോ അതോ ഇന്ന് പോരുവോ? ആ, ഞാൻ ക്ലാസ്സിലിരിക്കും മുത്തശ്ശ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളാവണ്ടേ. അതല്ല, കിച്ചുവിനൊന്ന് മുത്തശ്ശൻ ശ്രദ്ധിച്ചോണം. ഞാൻ റാം എപ്പോഴാ വരികയെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും വൈകിട്ടാവത്തില്ലേ. ഒന്ന് ശ്രദ്ധിച്ചാ മതി, വേറൊന്നും ചെയ്യണ്ട. ആ മോനെ, എനിക്കറിയാലോ. അവൻ എൻ്റെ കൂടെ പേരക്കുട്ടിയില്ലേടാ, നിന്നെ പോലെ. ഞാൻ അവനെ നോക്കിക്കോളാം, എനിക്കറിയാം. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മോള് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, നിങ്ങൾ കുഞ്ഞിലേ വന്നതല്ലേ ഇവിടെ, അതിനുശേഷം ഇതുവരെ വന്നില്ലല്ലോ ശിവയുടെ മരണശേഷം. പക്ഷെ മോള് വിളിക്കുമ്പോൾ അവൻ്റെ ഓരോ കാര്യങ്ങളും പറയാറുണ്ട്. അതുകൊണ്ട് മുത്തശ്ശനെല്ലാം അറിയാം. ഉച്ചയ്ക്ക് ഭക്ഷണം മോളിൽ കൊണ്ട് കൊടുക്കണം, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ അവൻ റൂമിൽ വിട്ട് വെളി വരാൻ സാധ്യതയില്ല, അതും എനിക്കറിയാം. എന്നാലും മുത്തശ്ശ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടോ. ആ, അത് മതി മുത്തശ്ശ. എന്നാ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ, ചെല്ലു. ഫസ്റ്റ് ഡേ തന്നെ താമസിച്ച് ടീച്ചർമാരുടെ വായിരിക്കുന്നൊന്നും കേൾക്കണ്ട. ചെല്ലാൻ നോക്ക്, പോയിട്ടോ. പുറത്ത്. ആഹാ, നീയൊക്കെ എന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ? എന്താടാ, എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? എന്റെ മുത്തശ്ശ, ഞങ്ങൾ എന്ത് കള്ളത്തരം കാണിക്കാനാ? അച്ഛൻ പറഞ്ഞു ഇവിടെ ദേവമ്മയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങളിങ്ങ് പോന്നു. 2 ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. പിന്നെ മുത്തശ്ശൻ കുറെ ആയി ഞങ്ങൾ അവിടെ വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് വന്നതാ. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് കള്ളത്തരം അല്ലേടാ? ആ, അതെ. റാമേ ആരാണ് ഇതൊക്കെ? ആ, ഇതൊക്കെയാണ് ദേവച്ചന്റെയും വാസുവച്ചന്റെയും മക്കളും. പിന്നെ എന്റെ അനിയും ഒരുത്തം ഉണ്ടായിരുന്നു, അവനെ കാണുന്നില്ല. നീ ആദമിനെ കണ്ടിട്ടില്ലല്ലോ? ആ, നീ ആരെയും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആ, അവൻ മിക്കവാറും കോളേജിൽ പോയി കാണാൻ. ആ, നീ പഠിക്കുന്ന കോളേജിൽ തന്നെ അവൻ വർക്ക് ചെയ്യുന്നത്, അവിടെ ചെല്ലുമ്പോൾ കാണാം. അവനെ കണ്ടാ കാണിച്ചു തരാം, അല്ലെങ്കിൽ നീ തന്നെ അവൻ പിടിച്ചോണം. എന്നാൽ അവൻ ഇന്നെന്തായിരിക്കും? ഓ, അതെ മനുഷ്യ, ഈ നിൽക്കുന്ന പുളുന്താമാരെ കാര്യം പറ. നിങ്ങളുടെ കുരങ്ങ അനിയന്റെ കാര്യം പിന്നെ പറയാം. ഇത് ആരൊക്കെയാന്ന് പറ. കൊരങ്ങനാ? എടാ, അവൻ എന്നെക്കാളും സുന്ദരനാടാ. ഉണ്ടാ ഇവിടെ. നീനെ പറയല്ലോട്ടാ, അവനെ പോലെ ഒരു പാവം വേറെ അല്ല. ആ, നിൽക്കുന്നവനാണ് ഇന്ദ്രജിത്ത്. അതായത് ഇന്ത്യ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ നിലവിലെ സിഇഒ. പിന്നെ മറ്റേത് സിദ്ധാർത്ഥൻ. പാവ, ഭയങ്കര പാവ. എനിക്ക് മാത്രം അറിയാം, പാവ. ആർക്കും ഒരു ദ്രോഹമില്ല അവനെ കൊണ്ട്. പിന്നെ മറ്റേത് അഖില് ഒരു ശുദ്ധനാണ്. പക്ഷെ എന്നാലും ഇന്ദ്രയുടെ ഏകദേശം അടുത്തൊക്കെ വരും, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. അഖില് വാസുദേവച്ചന്റെ ഇളയ മോനാണ്. വാസുദേവച്ചന് മൂത്തൊരു മോനുണ്ട്. വാസുദേവച്ചനും ആ മൂത്ത മോനും, അതായത്
അവനും നിനക്കറിയാലോ അമേരിക്കയിലാണ്. അവിടെ എൻ്റെ ബിസിനസ്സിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് അവരവിടെ തന്നെയാണ്. അഖിൽ പോകുന്നില്ല എന്നും പറഞ്ഞ് ദേവച്ചൻ്റെ കൂടെ നിന്നതാ. ദേവച്ചന് 2 മക്കളാണ്. അതിലൊന്ന് ഇന്ദ്രയും ഒന്ന് സിദ്ധു. പിന്നെ ആദം എൻ്റെ അനിയനാ. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെയാണ് റിലേഷൻ. പറഞ്ഞു വരുമ്പോൾ നിന്റെയൊക്കെ മുറച്ചെറുക്കന്മാരായിട്ട് വരും ഈ നിൽക്കുന്ന എല്ലാം. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാനാണോ നിന്റെയൊക്കെ ഉദ്ദേശം? അകത്തോട്ട് കയറാ. എടാ സമയം എത്രയാ മോനെ? 10:30 ആയതല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചിട്ട് പോയാൽ മതി കേട്ടോ. നന്നായി. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ്. ശുഭം. ഹായ്, ഐ എം ഇന്ദ്ര. ഹായ് കാശിനാഥ്. ഹായ് കാശി, ഞാൻ സിദ്ധു. ഇത് അഖി. ഹായ്. അല്ല രാമേട്ടാ, നിങ്ങളിത് എവിടെ പോകാൻ ഇറങ്ങിയതാ? അല്ല, ബാഗ് ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ. അത് അഖി, ഇവനിവിടെ നമ്മുടെ ആദൂന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് PGക്ക് ഫസ്റ്റ് ഇയർ. അപ്പോൾ അവനെ ഗാർഡിയനായിട്ട് പേര് വെച്ചിരിക്കുന്ന എൻ്റെയാണ്. അപ്പോൾ ഇന്നുകൊണ്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ ആണോ? അതിന് രാമേട്ടാ, ഐ മീൻ കാശിക്ക് എൻ്റെ പ്രായമല്ലേ? അവൻ PG കഴിയാനുള്ള ടൈം കഴിഞ്ഞല്ലോ. എന്താ ഇത്ര ലേറ്റ് ആയേ? കയ്യിലിരിപ്പ് അല്ല, ഐ മീൻ അവൻ കുറച്ച് സിക്ക് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അവന് കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചപ്പോൾ 3 വർഷം പോയി. ഇപ്പോൾ ഓക്കെയാ. അതുകൊണ്ട് ഇവിടുത്തെ അഡ്മിഷൻ എടുക്കാൻ ദൈവമോ പറഞ്ഞു, അതുകൊണ്ട് എടുത്തതാ. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ കാണുമല്ലോ. ഓ, സിക്ക് ലീവ്. അല്ലാതെ പഠിത്തത്തിലും മിടുക്കനായോണ്ടല്ല അല്ലേ കാശി? ഓ, ഇങ്ങനെ ഞാൻ ഇന്ന് രാമേട്ടാ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പുറത്തു കാണും. വെറുതെ ഇരിക്കുന്നു എന്നെ ചൊറിയാനായിട്ട്. എടാ, ഒരു പാവോടാ, ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാ. എന്താ സിദ്ധു? ഓ പാവല്ല, പാവയ്ക്കും. ഓ എന്റെ കാശി, നീ ഒന്ന് അടങ്ങ്. അല്ല, എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ട്? ഒരു മുന്നറിയിപ്പില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആഹാ, അത് കൊള്ളാലോ. അതെന്താ രാമേട്ടാ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരാം. വരണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ എന്നാലും പതിവില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. ചുമ്മാത് വന്നതാ രാമേട്ടാ. ദേവച്ചൻ പറഞ്ഞു ഞങ്ങൾ വന്നു. പിന്നെ പോരായിട്ട് കഴിഞ്ഞ ഓണത്തിന് മുത്തശ്ശൻ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ക്രിസ്മസ് വരെയല്ലേ, കുറച്ച് ദിവസം നിന്നിട്ട് പോകാന്ന് വിചാരിച്ചു. ക്രിസ്മസ് വരെ നിൽക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് ദിവസം നിന്നിട്ട് പോകാന്ന് വിചാരിച്ചു. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ തിരക്കാം. ഇപ്പോൾ 2-3 ദിവസം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ദേവച്ചൻ നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകുന്നതാ. പിന്നെ ദേവച്ചന് നിർബന്ധം കൊണ്ട് വന്നതാ. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓ അങ്ങനെ, എന്നാ നടക്കട്ടെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇപ്പൊ തന്നെ ടൈമായി. മുത്തശ്ശ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ. ശരിടാ മക്കളെ, എന്നാ നിങ്ങൾ കേട്ടോ. ഉമ്മാരെ കാരണം ലേറ്റ് ആയില്ലേ? ചെല്ലു പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അപ്പൊ കാശി, വന്നിട്ട് നമുക്ക് വിശദമായിട്ടത് പരിചയപ്പെടാം. ഞങ്ങൾ എന്തായാലും 2-3 ദിവസം ഇവിടെ തന്നെ കാണും. ബൈ. ഓ ആയിക്കോട്ടെ. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? കാപ്പിയല്ലോ? ഇല്ലെങ്കിൽ വാ, മുത്തശ്ശ എടുത്തീരാം. എന്റെ മുത്തൂസേ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് മുത്തശ്ശന്റെ സർവൻസ് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനും പറഞ്ഞ് രാവിലെ ഓടിങ് വന്നതാ. അപ്പോ കഴിച്ചിട്ടാവും ബാക്കി വിശേഷം. വാ. ഇനിയൊന്നും കൂടെ ഉണ്ടല്ലോ, ഇവിടെയും കാണേണ്ടതാണല്ലോ. പക്ഷെ കാണുന്നുമില്ല. കണ്ടുപിടിക്കാം. ഇല്ല സാർ, ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറേണ്ട കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാറിയതാ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും കുറച്ചാൾ ഇവിടെ കാണും. ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകത്തുള്ളൂ, അതുറപ്പാ. ഇനിയൊരു മാറ്റം പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അത് സാരമില്ലടോ, എനിക്ക് മനസ്സിലാവും. ഏതായാലും ക്ലാസ് അങ്ങ് ലാസ്റ്റ് ആണേ, ചെന്നാൽ മതി. ഇവിടെ നേരെ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെയാണ്. വേറെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊന്നുമില്ല. കറക്റ്റ് താഴെ തന്നെ PGക്കുള്ളവരുടെ എത്തിക്കുന്നത്. ചെന്നാൽ മതി. ശരി എന്നാ. ഓക്കെ സാർ. ഡാറാമേ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കണോ? ഇപ്പൊ തന്നെ ഉച്ചയായില്ലേ? വെറുതെ എന്തിനാണ്? ഞാൻ നിന്റെ കൂടെ വരാം. വേണമെന്നില്ല. പൊന്നുമോൻ, പോയി ക്ലാസ്സിൽ പോയി ഇരിക്കാൻ നോക്ക്. വല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുകയും വാങ്ങാൻ നോക്കടാ. അത് മാത്രമല്ല, എനിക്കിന്ന് നമ്മുടെ ഇവിടത്തെ ബ്രാഞ്ചിലെ കമ്പനി വരെ ഒന്ന് പോകണം. സായി വക്കീൽ വിളിച്ച് പറഞ്ഞിട്ടാ. അവിടെ കുറച്ച് പേർപ്പേഴ്സ് ഒക്കെ എന്തൊക്കെയോ ക്ലാഷ് ആയിട്ട് കിടക്കാന്ന്. ദൈവമ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യണം. അവിടെ നിന്നെയും കൊണ്ട് വലിച്ചെടുത്തോണ്ട് പോകാനൊന്നും എനിക്ക് വയ്യ. നീ ഇവിടെ പോയിരിക്കാൻ നോക്ക്. വൈകുന്നേരം ഞാൻ എന്തായാലും വരാൻ വൈകും, വീട്ടിൽ ചെല്ലാനും വൈകും. അതുകൊണ്ട് ബസ് കയറി പോയിക്കോളാം, കേട്ടല്ലോ. പിന്നെ പഴയ അന്നത്തെ കോളേജിൽ കാണിച്ച പോലത്തെ വേറെ ഒന്നും ഇവിടെ കാണിച്ചിരിക്കരുത്. എല്ലാത്തിനും ഓടി വരാനേ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. ഞാൻ നാളെ അങ്ങ് കൊൽക്കത്തയ്ക്ക് പോകും. പിന്നെ തൊട്ടനും പിടിച്ചതിന് ഓടി വരാൻ ആരുമില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. ഓ ശരി ശരി ശരി, ഞാൻ പൊക്കോളാം. ഞാൻ അവിടെ വരെ വരാം, ഗേറ്റിനവിടം വരെ. എന്നിട്ട് ഞാൻ തിരിച്ചും കൂടി കയറി വന്നോളാം. ഇവിടം വരെ മതി. അങ്ങ് ഗേറ്റിന്റെ അവിടെ വരെ നീ കഷ്ടപ്പെട്ട് വരണ്ട, കേട്ടല്ലോ. ഞാൻ എന്താ പറയുക, നേഴ്സറി കൊച്ചുവാണോ നീ എന്നെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട്? കയറിപ്പോടാ ക്ലാസ്സിൽ.
അവൻ്റെ ഒരു യാത്രയാക്കല്. ഞാൻ പോവാ. നിങ്ങളെ കൊണ്ടാക്കാൻ വന്ന എന്നെ വേണം പറയാൻ, കാലമാണ്. ഓ, സ്നേഹിക്കാനും പറ്റൂല. എന്തൊരു മനുഷ്യരാണോ അവര്. എന്നാലും ഒറ്റ ദിവസം കൊണ്ട് എന്റെയും കിച്ചുവിന്റെയും ജീവിതം മാറി മറിഞ്ഞു. അവൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ആ മുടിഞ്ഞവന്മാരും അവിടെ വന്നിട്ടുണ്ട്. ദൈവമേ, എന്റെ ചെറുക്കൻ്റെ അടുത്ത് നിന്ന് അവന്മാർ കയറി പോകല്ലേ. പാവം, വല്ലതും ചോദിച്ചങ്ങനെ അവനെ കരയിപ്പിച്ച അവന്മാരെ മൂക്കിന്ന് ചോര വരുന്ന ഇടിക്ക് നോക്കൂ. ഡാ, അതേതാടെ ഒരു പുതിയൊരു ഐറ്റം, വെളുത്ത് തുടുത്ത് പൂച്ചയെ പോലെ ഉണ്ടല്ലോ. ഇന്ന് ഇരയെ കിട്ടാതിരിക്കായിരുന്നു. ഇരയെ കിട്ടിയല്ലോ. ഡാ, നീ തന്നെ ഇങ്ങ് വന്നേ. എന്നെയാണോ? അല്ല, നിന്റെ അച്ഛനെ. നിന്റെ പിറകിന് നിന്റെ തന്തയെന്ന് വന്ന് നിൽക്കുന്നില്ലല്ലോ, നിന്നെ തന്നെ വിളിച്ചേ. ഇങ്ങോട്ട് വാടാ. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്നെ വിളിച്ചു, ദാറ്റ്സ് ഇറ്റ്, ഞാൻ വന്നു. ഈ വീട്ടിൽ ഇരിക്കുന്ന അച്ഛമ്മ, ഐ മീൻ അച്ഛനമ്മ ആരെയൊന്നും പറയരുത്. ഞാൻ തിരിച്ചു പറയും, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. വെറുതെ എന്തിനാണ് നമ്മൾ തമ്മിലൊരു ഇഷ്യൂ? വെറുതെ എന്തിനാ ചേട്ടാ ഒരു പ്രശ്നം? അല്ല, എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഓ, പിതാസ്നേഹം ഒലിച്ചിറങ്ങുവാണല്ലോ. അല്ലെങ്കിലും ആരെയും അച്ഛനെയൊന്നും പറയരുതാ. നീ ചെയ്ത തെറ്റാ വിവേകെ. നീ എന്തിനാണ് അവന്റെ അച്ഛനെ പറഞ്ഞ? അവനത് ഫീലായി. കണ്ടോ, ചെറുപ്പന്റെ മുഖം കണ്ടോ അറിയാം. അതെ അതെ അതെ, എന്താടാ വിവേകെ നീ കാണിച്ചത്? സോറി. അല്ല, നീ പറഞ്ഞല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യാന്ന്. അപ്പോ നിന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നീ ചെയ്യൂ. അല്ല, നിനക്കൊരു തരി അഹങ്കാരം കൂടുതലാണ്. അതിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഇത്ര അഹങ്കാരമുള്ളവന് എന്തും ചെയ്യാനുള്ള ധൈര്യവും കാണുമല്ലോ അല്ലേ? അല്ല, നിന്റെ പേരെന്താ? ദൈവമേ, പണിയായ. ചെയ്യാം. എനിക്കറിയാം ഇതൊരു റാഗിങ് ആണെന്ന്. പണ്ട് ഞാനും ഒരുപാട് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാ. പിന്നെ എനിക്കറിയാം നിങ്ങൾ പറയുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചെയ്യത്തില്ല എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തുമാത്രം ഫീൽ ആവുമെന്ന് അതിനോ. കാരണം ആ ഒരു വിഷയം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തോ പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചെയ്തിരിക്കും. ഓ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ നിനക്ക്. ഗുഡ്. ഡാ, അത് മറ്റേ അങ്ങേരല്ലേ? അങ്ങേര് കുറച്ച് ദിവസം കൊണ്ട് ക്ലാസ്സിനൊന്നും ഇല്ലായിരുന്നല്ലോ. വീണ്ടും തള്ളി പിടിച്ചോണ്ട് വന്നോ? ഈ പൊന്ന മൈരിനെ കാണാൻ എനിക്ക് ഇഷ്ടമായില്ല. ഇത് ഒറ്റൊരുത്തങ്ങനെ നമുക്ക് കഴിഞ്ഞ സെമ്മിന്റെ എക്സാം എഴുതാൻ പറ്റാത്തത്. പൊന്നവൻ ഇന്ത്യൻ എഴുതാൻ പറ്റിയതുമില്ല, അതിന് മാർക്കും കിട്ടിയില്ല. യോഗാറിനൊക്കെ നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഒന്നുകൂടെ ഇരിക്കുന്നത്. പിന്നെ ഒരു ഒട്ടാറ് പണിയെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് തന്നെ ഒന്ന് ചാടിയിരിക്കുന്നു. പണി കൊടുക്കാമല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എങ്ങനെ? അങ്ങേരിക്കും മുടിഞ്ഞ അഹങ്കാരം. നമ്മളെ മുമ്പതിക്കുന്ന ദേവനും മുടിഞ്ഞോൾസി അഹങ്കാരം. രണ്ടിനും ഒത്തൊരു പണി കൊടുത്താലോ എന്ന് ഞാൻ വിചാരിക്കുക. എന്താണ് നിന്റെ പ്ലാൻ? അങ്ങേര് നമ്മളെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. എനിക്കറിയാലോ, അങ്ങേരിക്കിട്ട് പണിയെടുത്ത ഒരുത്തനും ക്യാമ്പസിലില്ല. അങ്ങേര് അടിച്ചോടിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണോ? ഒന്ന് ചുമ്മാരിക്കടാ. പേടിച്ചാ ജീവിതകാലം മുഴുവൻ പേടിക്കാനേ പറ്റത്തുള്ളൂ. അല്ല, നിന്റെ പേരെന്താ പറഞ്ഞേ? ഹെമന്മാരെനിക്കിട്ട് ഏറ്റ പണിയാണെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. കാശിനാഥ്. അപ്പൊ മോനെ കാശി, നീ നിൽക്കുന്ന ആളെ കണ്ടോ? ഒരു കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന അയാളെ തന്നെ കണ്ടായിരുന്നു. ഏത്? അയാൾക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾക്കൊരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. നീ അയാളെ പോയി പ്രപ്പോസ് ചെയ്യണം. വെറും പ്രപ്പോസ് ചെയ്താൽ മാത്രം പോരാ, പ്രപ്പോസ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും. ഇതൊക്കെ പണ്ടെല്ലാരും തരുന്ന ഒരു വെറും റാഗിങ് ആയി പോകും. പ്രപ്പോസ് മാത്രം തന്ന പ്രപ്പോസ് ചെയ്ത് ഒരു അടാറ് ലിപ് കിസും കൊടുത്തിട്ട് തിരിച്ചു പോവാം. പിന്നെ നമുക്ക് ആലോചിക്കാം നിന്നെ വിടണോ വേണ്ടയോ, അതിന് വേറെന്തെങ്കിലും പരിപാടി തരണോ എന്ന്. എന്റെ കാശിനാഥ, ഞാൻ ഇതിനും വലുത് പ്രതീക്ഷിച്ചത്. ഇതിലൊന്നും ഒതുക്കിയല്ലോ. അല്ല, ഈ കിസ് വേണോ? അല്ല, എനിക്ക് പ്രോബ്ലം ഇല്ല, അയാൾക്ക് ഫീൽ ആവില്ലേ? മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കാൻ പാടില്ലല്ലോ. സോ അത് വേണോ? ഓരോരുത്തരുടെ ഫീലിങ്സ് വെച്ച് നോക്കിയാൽ പിന്നെ അതെങ്ങനെയാ മോനെ റാഗിങ് ആവുന്നേ? നിനക്ക് കിട്ടിയിരിക്കുന്ന കാര്യവേ കിസ് ചെയ്യണമെന്നാ. പ്രപ്പോസൽ എന്ന് പറയുന്നത് അതിന്റെ വെറും ഒരു ഫോർമാലിറ്റി. വെറുതെ ഇപ്പൊ എങ്ങനെ കിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രപ്പോസൽ ചെയ്തിട്ട് കിസ് ചെയ്യും. അതാകുമ്പോ ഒരു ഫോർമൽ പരിപാടി ആവുമല്ലോ. മനസ്സിലായോ? അല്ല, നീ ചെയ്യൂന്ന് പറഞ്ഞായിരുന്നു. പൊന്നു മോനെ കാശിനാഥേ, നിന്റെ അഹങ്കാരം ഇതോടെ തീർന്നു. നിനക്ക് പേടിയുണ്ടെങ്കിൽ അതൊക്കെ സമ്മതിച്ചാൽ പോരെ. എന്തിനാ ഇങ്ങനെ ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് താളം ചവിട്ടുന്നേ?
നിനക്ക് പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പേടിയോ? എനിക്കോ? നോ വേ. പക്ഷെ ഞങ്ങൾക്കത് തോന്നില്ലല്ലോ. കാശി, ഇത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. തോന്നിപ്പിക്കാം. വെയിറ്റ്. അല്ല, എന്തൊക്കെയായിരുന്നു? കിസ് വിത്ത് പ്രപ്പോസൽ. പോയിട്ടോ. പാവം, സിംഹത്തിന്റെ മടയിലോട്ടാ പോകുന്നറിയാതെ നടന്നു പോകുന്ന കുഞ്ഞാട്. ആഹാ, വണ്ടർഫുൾ. എടാ, ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നമാവേ, നമുക്കൊന്ന് വലിഞ്ഞാലോ? എന്തിന്? എന്തായാലും ഇവിടം വരെയൊക്കെ ആയില്ലേ. നമ്മളിറക്കി വിട്ട ചാവേറ് പണിയെടുക്കുന്നതും കൂടെ നമുക്ക് കാണാം. അതൂടെ കണ്ടിട്ട് പോവാം. നീ ഫോൺ ഓണാക്കി ക്യാമറ ഓണാക്ക്. അങ്ങേർക്കുള്ള പണി സോഷ്യൽ മീഡിയ കൊടുത്തോ. വീഡിയോ എടുത്തോ. ഓ, എന്റെ ദൈവമേ കാത്തോണേ. ചാടിക്കേറി വെല്ലും വിളിച്ച് കൂപ്പ് ചെയ്തില്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ആ തടിയന്മാരെ തല്ലുകൊണ്ട് ചാവും. ഏത് നേരത്താണാവോ ദൈവമേ. എക്സ്ക്യൂസ് മീ ചേട്ടാ. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ മൂന്നുപേരും കൂടെ? ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ചോറ് കഴിക്കുന്നില്ലേടാ? ആ, കഴിക്കണം മുത്തശ്ശ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയാ വന്നത്. അല്ല മുത്തശ്ശ, കാശിനാഥ് മാത്രമേ ഉള്ളൂ? അല്ല, ഞങ്ങൾ വേറെ ഒരു കൊച്ചും കൂടെ ഉണ്ടെന്നാ അറിഞ്ഞത്. എന്നിട്ട് അവനെ കണ്ടില്ലല്ലോ. ആ, അവനോ? അവൻ മുകളിലുണ്ട്. അവൻ മുറിയിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ല. എന്നോട് റാമോൻ പറഞ്ഞിട്ടാ പോയെ ഉച്ചയ്ക്കുള്ള ആഹാരം അവൻ അവിടെ കൊണ്ടു കൊടുക്കണമെന്ന്. 2 3 ഉണ്ട്. അതിൽ ഇരട്ടകളിലെ ഏറ്റവും ഇളയവനാ മേലെ ഇരിക്കുന്നത്. അവൻ എന്നോട് പോലും നേരെ ചൊവ്വേ മിണ്ടിയില്ല, അറിയോ? ആ മുത്തശ്ശ, റാം പറഞ്ഞായിരുന്നു അവൻ അധികം ആരോടും മിണ്ടാറില്ല എന്ന്. ഞങ്ങൾ കണ്ടതുമില്ല. പിന്നെ അതെന്താ അങ്ങനെ? ആ, ഞാനും പണ്ടെങ്ങോ കണ്ടതാ. ഒരു 6-7 വയസ്സുള്ളപ്പോൾ വന്നതാ ഇവിടെ. അതിനുശേഷം പിന്നെ വന്നില്ല. പിന്നെ മോളിടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ശിവമ്മവും മരിച്ചതിന് ശേഷം അവൻ ഇങ്ങനെയാണ്. അതിനുശേഷം ആരോടും മിണ്ടാറില്ല, അധികം സംസാരിക്കാറില്ല. എന്തോന്നോ പറഞ്ഞായിരുന്നു. പബ്ലിക് ഡിസോർഡറോ അങ്ങനെന്തോ. പബ്ലിക്കായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ അവന് ഭയങ്കര പേടിയാന്നാ പറഞ്ഞത്, പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ. അങ്ങനെ എന്താ ദൈവമോള് പറഞ്ഞത്. എല്ലാം മാറ്റി കൊടുത്താൽ മതിയായിരുന്നു ദൈവം. ചന്ദ്ര, മോന് മോളില് ഫുഡ് കൊണ്ട് കൊടുത്തായിരുന്നോ? അതെന്താ ഉദ്ദേശ ഫുഡ് മോളിൽ കൊണ്ടു കൊടുക്കുന്നേ? അത് ഞാൻ പറഞ്ഞില്ലേടാ, അവൻ ഈ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമാവുമെന്ന്. അങ്ങനെ എന്തോ അവൻ പറഞ്ഞത്. ആ ചെറുക്കൻ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കി. എനിക്കൊന്നും അറിഞ്ഞൂടാ ഇന്ദ്ര. അതെന്നോട് ഓൾറെഡി റാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. അവൻ ആരോടും മിണ്ടാറില്ല, സംസാരിക്കാറില്ല, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇല്ല, ഇതൊന്നും യൂസ് ചെയ്യാറ് പോലും ഇല്ല. ഒരു പ്രത്യേകതര സ്വഭാവം എന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ ആ 2ാമത്തെ ചെറുക്കൻ, ഇവന്റെ മൂത്തൊരുത്തുണ്ടല്ലോ, അവനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അവനെ ആരും കണ്ടിട്ടില്ല. രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ തന്നെയാ. പക്ഷേ സംതിങ് മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സ് രണ്ടിന്റെയും. പെട്ടെന്ന് പിടികിട്ടത്തില്ലെന്നാ റാം പറഞ്ഞത്. ഏതായാലും റാമിന് രണ്ടുപേരും നന്നായിട്ട് അറിയാം. പക്ക അവര് കുഞ്ഞിലെ ഒരുമിച്ചുണ്ടായിരുന്നോണ്ട്. ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. നീ ഇന്നലെ ദേവച്ചന്റെ മുമ്പ് വെച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നീ എന്താ ഇതൊന്നും പറയാത്തെ? അല്ല, അപ്പൊ നീ ഒന്നും അറിയാത്ത പോലെയാണല്ലോ നിന്നെ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നിട്ട് വേണം അച്ഛൻ എന്നെ വലിച്ചീറി 2 ഭാഗത്തായിട്ട് ഒട്ടിക്കണം നിനക്ക് കാണാനല്ലേ? അതെന്തിനാണോ ദേവ നിന്നെ വലിച്ചീറി ഒട്ടിക്കുന്നത്? അതൊന്നുമില്ല മുത്തശ്ശ, ചേട്ടൻ ഒരു ആത്മകഥം പറഞ്ഞതാ അല്ലേ? ഓ, ആത്മകഥമായിരുന്നോ? അതെ. ഇരട്ടകൾ രണ്ടും ഒരുപോലെ സ്വഭാവങ്ങളാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല, ദേവു പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഒന്ന് അസുരനും മറ്റേത് ദേവനും. അതാ രണ്ടിന്റെ ജന്മം. അവളുടെ ആ പോക്കിന് ശേഷം എല്ലാം മാറി. ജീവിതവും മക്കളും ചെറുമക്കളും എല്ലാം. ഞാൻ ഒറ്റയ്ക്കായി. അത് ശരിയാ മുത്തശ്ശൻ പറഞ്ഞത്. ദേവനായാലും അസുരനായാലും ഇനി ആരായാലും ചെകുത്താനെ പോലല്ലോ സമാധാനം. ഓ, താങ്ക്സ്. എനിക്കിട്ട് കുത്തിയതാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. ഗില്ലേട്ടാ. അല്ല മുത്തശ്ശ, അച്ഛനും അവരും തമ്മില്, ഈ ദേവമ്മയും തമ്മില് പണ്ട് തുടങ്ങിയ പ്രശ്നമാണല്ലോ. എന്താ ശരിക്കും റീസൺ? ഞാൻ പറഞ്ഞത്, പണ്ട് എന്തോ പ്രശ്നമായിട്ടല്ലേ അവർ പിണങ്ങിയിരുന്നത്. ഇപ്പൊ എല്ലാരും മിണ്ടി, അത് ഞങ്ങൾക്കറിയാം. ശരിക്കും എന്താ റീസൺ? ഇപ്പൊ എല്ലാരും മിണ്ടിയെങ്കിലും ദേവൻ എന്റെ മോനല്ലേ, എനിക്കവനറിയാം. അവൻ ഇന്നും ദേവുമോളോട് ദേഷ്യം കാണും, കാണാതിരിക്കില്ല. അതിന്റെ ഈ വന്ന് നിൽക്കുന്ന എല്ലാം എനിക്കറിയാം. കമ്പനിപരമായിട്ടുള്ള വഴക്ക് ഞാൻ അറിഞ്ഞില്ലെന്നാ ദേവന്റെ വിചാരം. പക്ഷെ അതൊക്കെ എനിക്കറിയാം.
ഒന്നും കാണാത്ത പോലെ നടിക്കുന്നതാ. അവളെ ഭാഗത്തും തെറ്റുണ്ട്. തറയെ വെച്ച ഉറുമ്പൊരിക്കോ തലയെ വെച്ച പേനരിക്കോ എന്നും പറഞ്ഞല്ലേ സഹോദരന്മാർ അവളെ വളർത്തിയത്. അതൊക്കെ ഒരു വലിയ കഥയാ മോനെ. അത്ര വലുതൊന്നും അല്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. പണ്ട് നിങ്ങളുടെ അച്ഛനും റാമിന്റെ അച്ഛനും ഈ കാശിയുടെ അച്ഛനൊക്കെ ഒറ്റ കൂട്ടുകാരായിരുന്നു, 3 പേരും. ആരൊക്കെ അടുപ്പിക്കാൻ ശ്രമിച്ചാലും അവരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് കാന്തം പോലെ ഒട്ടുന്ന 3 കൂട്ടുകാർ. എവിടേക്കോ എന്തൊക്കെയോ സംഭവിച്ചു, പിരിഞ്ഞു. ശരിയാ, അതിന് കാരണക്കാരി വേറെ ആരുമല്ല, എൻ്റെ മോളെ തന്നെയാ, ദേവു ശിവയായിട്ടുള്ള പ്രണയം ദേവ അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അത് ദേവു വിചാരിച്ചത് അവളെ ചേട്ടൻ എന്തു വന്നാലും അവളെ കൂടെ കാണുമെന്ന. പക്ഷെ സക്രിയക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും ദേവ സമ്മതിച്ചില്ല. ഒടുക്കം ശിവ അവളെയും കൊണ്ടങ്ങ് നാട് വിട്ട് കൊൽക്കട്ടയിൽ പോയി. അതിനുശേഷം ഇങ്ങനൊരു പെങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചതായിരുന്നു എൻ്റെ മോൻ. പിന്നെ എനിക്ക് വയ്യാതായപ്പോഴാണ് അവര് തിരിച്ചിവിടെ വന്നതും അതെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയതൊക്കെ. അന്നും ദേവ മിണ്ടിയൊന്നുമില്ല, ഇപ്പോഴും മിണ്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. മത്സരിച്ചല്ലേ കമ്പനിയായിട്ട് നടക്കുന്ന 2 പേരും. ഞാനൊന്നും അറിയുന്നില്ലെന്ന വിചാരം. പിന്നെ അങ്ങോട്ട് സക്രിയയും ദേവയും മാത്രമായി. സക്രിയ എന്ന് വെച്ചാൽ ദേവ മനിക്കും. നിങ്ങളുടെ റാമേട്ടന്റെയും ആദമിന്റെയൊക്കെ അച്ഛൻ. പാവമായിരുന്നു സക്രിയ. അവനെല്ലാവരോടും സ്നേഹമായിരുന്നു. ഒരിക്കൽ നമ്മുടെ കമ്പനി അന്ന് കുറച്ച് വളർന്നു വരുന്ന സമയമായിരുന്നു. അത് മൊത്തം സക്രിയുടെയും ദേവയുടെയും കഴിവ് തന്നെയായിരുന്നു. ഞാനുണ്ടാക്കിയ സ്വത്തുക്കൾക്ക് പുറകെ അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി കുറച്ച് എക്സ്പോർട്ടിംഗ് സാധനങ്ങൾ എടുക്കാൻ പുറത്തു പോയതായിരുന്നു. ആ സമയം സക്രിയയ്ക്കും ദേവയ്ക്കും നാട് മുഴുവൻ ശത്രുക്കളായിരുന്നു. പക്ഷെ അവരുടെ കണ്ണിൽ എന്നും ശത്രു ദേവും ശിവയും മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ എക്സ്പോർട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനായിട്ട് കോയമ്പത്തൂർ പോയതായിരുന്നു സക്രിയനെ ആരോ കുത്തിയോ മറ്റോ എങ്ങനെയോ കൊന്നു. തിരിച്ചു വന്നത് അവന്റെ ബോഡി മാത്രമായിരുന്നു. അമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ആൽവി മോനും ആദുമോനും റാം മോനും ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവരുടെ 3 പേരുടെ അമ്മച്ചിയും എല്ലാം ദേവുമായിരുന്നു. ദേവു പോയപ്പോ ദേവുയുടെ കൂടെ റാമോനും അങ്ങ് ഒളിച്ചോടി. അന്നേ പോയതാ അങ്ങ്. ചോറവിടെയും കൂറിവിടെയും എന്നും ദേവ പറയും. ആദുമോനും ആൽവി മോനും എങ്ങോട്ടും പോയില്ല. പോവാനുള്ള പ്രായത്തിനുള്ള ബുദ്ധിയും പക്വതയൊന്നും ഇല്ല, കൊച്ചു പിള്ളേരാ. അന്ന് തൊട്ട് ദേവയെ അവരെ നോക്കുന്നത്. നിങ്ങളെക്കാൾ ഏറെ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുത്ത്, ചോദിക്കാത്തതും വാങ്ങിക്കൊടുത്ത്. ഒരുപക്ഷെ ദേവ എവിടേക്കോ പാവമാ. അവന്റെ വാശി അതാ അവനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. ഇങ്ങനെയൊക്കെയാ പണ്ട് നടന്നത്. നിങ്ങളുടെ ദേവം ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഒരുപക്ഷെ സ്നേഹിച്ച ആളെ കെട്ടാനായിട്ട് നിങ്ങളുടെ ദേവച്ച സമ്മതിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. 2 പേരെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുത്തശ്ശ ആരെ ഭാഗത്തും നിൽക്കത്തില്ല. അതുകൊണ്ട് എന്റെ ചെറുമക്കള് പോയി കഴിക്കാൻ നോക്ക്. ഓ ഐ സീ, വാട്ട് എ ക്രൂവൽ ഫാമിലി. അപ്പോ എന്റെ അച്ഛനെ കുറിച്ച് എന്താ മുത്തശ്ശ ഒന്നും പറയാത്തെ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചട്ടമ്പി. ഈ ആനന്ദശങ്കറിന് 3 മക്കളാ. ആ 3 മക്കളിൽ മൂത്തവൻ വാസുദേവ ശങ്കർ ഇപ്പൊ അമേരിക്കയില് മൂത്ത മോന്റെ കൂടെ. എടാ, നിന്റെ അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന കറാമർപ്പുകളൊന്നും ഇന്നും തീർന്നിട്ടില്ല. അങ്ങനെ ഒരുത്തന് നിന്നെപ്പോലൊരു അപ്പാവി എങ്ങനെയാ മോനായിട്ട് വന്നതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആ മൂത്തവനെ കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഞാൻ വിചാരിക്കും നീ ഒരു പാവമായി പോയല്ലോ. നിന്റെ തന്തയും വിളിക്കുമ്പോ പറയുന്ന അങ്ങനെ തന്നെയാ, ചോറ് എവിടെയും കൂറ് ഇവിടെയെന്നു. കേട്ടാ, ചെല്ലു ബ്ലഡി തന്തപ്പടി അങ്ങേര് വിളിക്കട്ടെ. ചന്ദ്ര, നീ പോയി കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് പാത്രം എടുത്തോണ്ടോ? ചിലപ്പോ അത് കഴിച്ചിട്ടുണ്ടായിരിക്കും, ചെന്ന് നോക്ക്. പറ്റിയ അവസരം. മുത്തശ്ശ, ചന്ദ്രൻ ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. ഐ മീൻ, എനിക്കൊന്നും അവനെ കാണുകയും ചെയ്യാലോ. നിങ്ങൾ കഴിക്കും, ഞാൻ പോയി. അല്ല ഇന്ദ്ര, അവന് മോനെ നിന്നെ അവൻ അറിയത്തില്ല. ചിലപ്പോ കൊച്ചു പേടിക്കുകയെങ്കിലും ചെയ്താ അത് ശരിയാകത്തില്ല. അവൻ പോയി എടുത്തോണ്ട് വരും. ഇപ്പോ കുറച്ചു നേരം കൊണ്ട് അവനെ കണ്ട് പരിചയമായിട്ടുണ്ട്. അവൻ പോട്ടെ, നിങ്ങൾ പിന്നോട് പരിചയപ്പെടും. അതൊന്നും സീനില്ല മുത്തശ്ശ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ. ഇങ്ങനെ പരിചയപ്പെട്ട് ഓക്കെ ആക്കോളും. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ പോയിട്ട് വരാവേ.
എടാ ഷോ ദൈവമേ, റാം വെച്ചു പറഞ്ഞു വെച്ചു നോക്കുമ്പോ ആ ചെക്കന് എല്ലാം പേടിയാ. അല്ല മുത്തശ്ശി, പാട്ട് ഇടന്നാ? ആ, അത് കിച്ചുമോനാ. ദേവ് പറഞ്ഞിട്ടുണ്ട് അവൻ നന്നായിട്ട് പാട്ട് പാടും, പടം വരയ്ക്കും എന്നൊക്കെ. പിന്നെന്തോ ഗെയിം എന്തോ കുത്തിയിരുന്ന് കളിക്കൂന്ന് പറയുന്നുണ്ടായിരുന്നു ദിവസവും. രാവിലെയും പാടുന്നുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങിയെന്നാ തോന്നേ. ഓ, പാട്ടൊക്കെ പാടുവോ? ആ, അവൻ എന്തിനായിരിക്കും ചാടിത്തൊള്ളി പോയത്? ദൈവത്തിനറിയാം. இளைத்தேன் துடித்தேன் பொறுக்கவில்லை இடையில் மேகலை இருக்கவில்லை நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்க രാമേട്ടനാണോ വന്നേ? രാമേട്ടൻ ഞാൻ പാടിയ പാട്ട് ആരാ? എന്റെ അമ്മ, അത് നീ ഫുഡ് താഴെ വന്ന് കഴിക്കൂലെന്ന് മുത്തശ്ശൻ പറഞ്ഞ, അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരാൻ വന്നതാ. അത് നിനക്ക് താഴെ വന്ന് കഴിച്ച വല്ല പ്രശ്നമുണ്ടോ? ഓ, ഇന്ദ്ര 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 താങ്ക് യു. ഫുഡ് കൊണ്ട് തന്നിട്ട് എന്താ പോവാത്തെ? പോവാ പോവാ. No, 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 no way, I can't go. നിന്നെ എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടൻ എന്താ വട്ടുണ്ടോ? കാണും കാണും, ചിലപ്പോൾ കാണും. വഴി തെറ്റി. എന്താ ചോദിച്ചോ? അത് അത് തൻ്റെ ആ മോള് ഒറിജിനലാണോ? അയ്യോ, ഇത് ഒറിജിനലാണല്ലോ. ആ അതെ. എന്താ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പോവാ. ഒറിജിനലാ? എന്താ എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒറിജിനലാ? അതെല്ലോ. പിന്നെ കാണാം, ബൈ. എന്താ പറ്റിയേ? അതെന്താ ചേട്ടൻ അങ്ങനെ പോയേ? ഒറിജിനലാണല്ലോ. ഹായ്, ഞാൻ നിന്റെ ക്ലാസ്സിലാ. നീ എന്നെ കണ്ടില്ല. നീ അങ്ങ് ബാക്കിലല്ലേ പോയിരുന്നേ? അതുകൊണ്ടാ കാണാത്തെ. അതെ, നിന്റെ പേരെന്താ?
ഓ ദൈവമേ, ഓരോ കുരിശ് എന്നെ തിരക്കി വണ്ടി പിടിച്ചാണല്ലോ വരുന്നത്. ഞാൻ ക്ലാസ്സിൽ എല്ലാവരും കേൾക്കെ പറഞ്ഞായിരുന്നല്ലോ എന്റെ പേര് കാശിനാഥ് ശിവപ്രസാദ്. ഇനി വല്ല അറിയണം? കാശു 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 ബൈ ദ ബൈ കാശു, ഇനി നമ്മൾ ഫ്രണ്ട്സാ. ഞാൻ നിന്റെ ഫ്രണ്ട്, നീ എന്റെ ഫ്രണ്ട്. കേട്ടല്ലോ? കൂടുതൽ ജാടയൊന്നും ഇറക്കണ്ട. മനസ്സിലായോ? അതൊന്നും ശരിയാവത്തില്ല. എനിക്ക് താനെ നടക്കാൻ അറിയത്തില്ല. അപ്പോഴും നിന്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത്. ഒന്ന് പോവണേ. നിക്ക് 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 നിക്ക്. എടാ കാശു, ഞാൻ നിന്നോട് എന്നെ പൊക്കിക്കൊണ്ട് നടക്കാനൊന്നുമല്ലല്ലോ പറഞ്ഞേ, എന്റെ കൂടെ കൂട്ടുകൂടാനല്ലേ. നീ വീണ്ടും ബൈ ദ ബൈ, ഐ എം ഐശ്വര്യ, ഐഷു എന്ന് വിളിക്കും. നീ എന്നെ ഐഷു എന്ന് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഓ, എന്നാ എൻ്റെ പൊന്നൈഷു, ഇപ്പം നീ എൻ്റെ മുമ്പേ നിന്ന് മാറ്. ഞാൻ എവിടെയെങ്കിലും ഇത്തിരി നേരം സമാധാനത്തിൽ ഇപ്പോൾ ഇരുന്നോട്ടെ പ്ലീസ്. വൈഡാ, പറ്റത്തില്ല. ഇപ്പൊ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്ക് നിന്നെ ഒറ്റ കേൾക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം നിന്റെ ഫീലിങ്സ് എന്താണ്. സാരല്ലടാ, മിണ്ടും. ഞാൻ കണ്ടായിരുന്നു നിന്റെ പെർഫോമൻസ് ഒക്കെ. കുഴപ്പമില്ലടാ, എല്ലാം ശരിയാവും. പിണങ്ങി കാണുമല്ലേ? ഈ റാമിന് എന്റെ കൈ കിട്ടിയ ചവിട്ടിക്കൂട്ടും. ഇവ പ്രാന്തന്മാരെ കോളേജിലാണ് എന്നെ കൊണ്ടിട്ടത്. ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എല്ലാം അത്ഭുത ജീവിയെ കണ്ടവരെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നൈഷു, നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആര് പിണങ്ങിന്ന്? നീ മുമ്പേന്ന് മാറുന്നതിന് ഞാൻ നിനക്ക് എന്ത് തരണം? ഓക്കെ 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 ഓക്കെ, ലിമിറ്റ്. ഇനി ഞാനത് പറയുന്നില്ല. എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. സാരില്ലടാ, സാറ് പെട്ടെന്ന് നിന്റെ അടുത്ത് മിണ്ടും കേട്ടോ. നമുക്ക് ക്യാൻറ്റീനിൽ പോയി പരിപ്പോടും ചായം കുടിച്ചാലോ? അല്ല, ഏത് സാർ? പരിപ്പോടേയും ചായക്ക് പരിപ്പോടേയും ചെയ്യാം. പോവാം. ബട്ട് പറയാതിരിക്കാമേ കാശു, നിന്റെ പെർഫോമൻസ് അമ്മാതിരിയായിരുന്നു. എന്റെ പൊന്നോ, ഐ നോ യു ആർ എ ഗുഡ് കിസ്സർ. അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അവന്മാരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നീ എങ്ങനെ അറിഞ്ഞേ? ഹോ മാൻ, ഇതെനിക്കല്ല, ഈ ക്യാമ്പസിലുള്ള എല്ലാവർക്കും ഇപ്പൊ അറിയാം. യു നോ ദാറ്റ്. താമസിക്കാതെ നീ അറിഞ്ഞോളൂ. പിന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല. നിന്നെ പോലെ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സ്മാർട്ട് ബോയ് എന്റെ കൂടെ വേണം തോന്നി. സോ വി ആർ ഫ്രണ്ട്സ്. ദാറ്റ്സ് ഓൾ. കം ഓൺ. എനിക്ക് വെട്ടായതാണോ അതേ ക്യാമ്പസിലുള്ള എല്ലാത്തിനും വെട്ടാണോ? ഓ, എന്തേലും ആവട്ടെ. ഞാൻ വരുവാ, നിക്ക്. പരിപ്പോടേം ചെയ്യാമെങ്കിൽ പരിപ്പോടേം ചെയ്യാം. അതെങ്കിലും ഇന്നത്തെ ക്ഷീണം മാറ്റാം. അവന്മാര് കാരണം ഇന്നത്തെ ഡേ പോയി. ഓ, രാവിലെ വീട്ടിന്റെ ഫ്രണ്ടിൽ 3 കുരങ്ങന്മാര്, ഇവിടെ വന്നപ്പോ ഇവിടെ 3 കുരങ്ങന്മാര്, മൊത്തത്തിൽ കുരങ്ങന്മാരെ കൂട്ടം. എന്താ ഇപ്പൊ ഒരു കുരങ്ങി ഇവളെന്റെ തലയിലായത് തന്നെ ഒഴിവാക്കാനേ പറ്റൂല. അതന്നെ. എന്നിട്ട് സമയം കൊണ്ടാടാ, സമയം കൊണ്ട്. നീ ഇതെങ്ങോട്ടാടാ ഇന്ദ്ര? നീ എന്താ ആകെ വേർത്തു വിളിച്ച്? എന്താടാ, നീ വല്ല കരിങ്കല്ല് വെട്ടാനും പോയിരുന്ന? ഇല്ല, ഞാൻ അകത്ത്. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ കഴിച്ചു. നീ പോയി എടുത്ത് കഴിക്കും. അല്ല, നീ അകത്ത് കാണാൻ പോയാളെ കണ്ടായിരുന്നോ? കണ്ടു. സംസാരിച്ചു. എന്നാ ഞാൻ കഴിക്കട്ടെ. ഇവനെന്താണ് പറ്റിയേ? ആകെ ഒരു കള്ള ലക്ഷണം എന്തോ ഉണ്ട്. എന്തേലും ആട്ടെ. എന്നാലും സിദ്ധുവേട്ടാ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എല്ലാം പറയുന്ന റാമേട്ടൻ എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നതായാലും സിദ്ധുവേട്ടനോട് പറഞ്ഞില്ല? അത് നിന്റെ റാമേട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ അയാളോട് നേരിട്ട് പോയി ചോദിക്കും. എനിക്കെങ്ങനെ അറിയാനോ? എന്നോട് ചോദിക്കുന്നവൻ. ഇതുകൊള്ളാം. ഇതിനിപ്പോ ഞാനെന്തോ ചെയ്തു?